അപ്പം വലിയ വീട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വീട് ഉണ്ടാക്കണം. അതെ അതെ, അതിന് എന്തൊക്കെ വേണമെന്ന് നമ്മൾ തീരുമാനിക്കണം. എന്നിട്ട് ആർക്കിടെക്റ്റിനെയോ കൺസൾട്ടന്റിനെയോ എഞ്ചിനീയറോ ആരെയും അതെ, ആ സമീപിക്കാം. വീട്ടിൽ താമസിക്കേണ്ടത് നമ്മളാണല്ലോ, ആ വീട് കൊണ്ട് നടക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചുള്ള വീട് എന്നുള്ള രീതിയിൽ അതിൽ ഈ പ്രവാസികളുടെ പറ്റുന്ന സംഗതി എന്താ വെച്ചാൽ അവരുടെ ജീവിതത്തിന്റെ മഹാഭൂരിപക്ഷവും വീടിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു ഡെഡ് മണിയാണ് ശരിക്കും. നല്ല ഞാൻ ഒന്നിടപെട്ടോട്ടെ, ഞാനിത് പല സ്ഥലത്തും കേട്ടിട്ടുണ്ട്. ഈ വീടിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി ഡെഡ് മണിയാണെന്നും അതിനേക്കാൾ പല യൂട്യൂബ് വീഡിയോകളും കണ്ടു. നിങ്ങൾ ഒരിക്കലും സ്വന്തമായിട്ട് വീട് വെക്കരുത്, നിങ്ങൾ വാടകയ്ക്ക് താമസിച്ചോളൂ, അപ്പോൾ വാടക മാത്രമല്ലേ ചിലവാകുന്നുള്ളൂ. മറ്റേ നമ്മൾ പൈസ കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു രൂപ പോലും നമുക്ക് ഇൻകം ആയിട്ട് കിട്ടുന്നില്ല. നിങ്ങൾ വാടകയ്ക്ക് താമസിച്ച് ബാക്കി പണം മ്യൂച്വൽ ഫണ്ടുകളിലോ മറ്റെവിടെയെങ്കിലും കൊണ്ട് നിക്ഷേപിച്ച് ഒരു വരുമാന മാർഗം ആയിക്കൂടെ എന്നൊരു ചോദ്യം പലപ്പോഴും കേട്ടു. അതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഈ വാടക വീട് എന്നുള്ളത് പിന്നെ നമുക്ക് സ്വന്തമായ ഒരു അസ്തിത്വം അതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേണമല്ലോ, ഒരു അഡ്രസ്സ്. അപ്പൊ എന്താ വെച്ചാൽ അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളൊരു 10 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളെ വീടും ആ സ്ഥലവും നിങ്ങൾ വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര അസറ്റ് അല്ലേ, മൂല്യം കൂടും. 10 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ആ സാധനത്തിന്റെ റെന്റഡ് പോയി എന്നല്ലാതെ ഒന്നും ഉണ്ടാവോ? ഇല്ല, ഇത് അവിടെ ഉണ്ടാവും. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ ഒരു അഡ്രസ്, ഒരു അസ്തിത്വം ഉണ്ടാവും. നമുക്ക് അഡ്രസ് എന്നുള്ളത് അതൊരു പ്രധാന ഘടകം. മനുഷ്യനെ സംബന്ധിച്ച് സാമൂഹ്യ ജീവിതമായിട്ടുള്ള നമുക്കൊരു അഡ്രസ് അത്യാവശ്യം. മറ്റേ നമ്മളിങ്ങനെ ഷിഫ്റ്റഡ് ആയി ഇങ്ങനെ മാറി പോകുമ്പോൾ നമുക്കൊരു അസ്തിത്വം, അത് കറക്റ്റാണ്. ശരി.